വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച 10ാം ക്ലാസ്സുകാരൻ അനന്തുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ മൃതദേഹം ആദ്യം മണിമൂളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. കണ്ണീരോടെയാണ് സുഹൃത്തുക്കളും അധ്യാപകരും അനന്തുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. അനന്തുവിന്റെ വീട്ടിൽ നിന്നും അരുൺ ആലത്തൂരുണ്ട്. അരുൺ, എങ്ങനെയാണ് അവിടുത്തെ കുടുംബത്തിന്റെ അവസ്ഥ, ബന്ധുക്കളുടെ അവസ്ഥ ഒക്കെ? ഇപ്പോഴും പൊതുദർശനം പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്ന സാഹചര്യമാണുള്ളത്. നിരവധി ആളുകളാണ് അനന്തുവിനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പൊതുദർശനം പുരോഗമിക്കുന്നു. ഏതാനും ബന്ധുക്കളും മറ്റും കൂടെ എത്താനുണ്ട്. അതിനുശേഷം ഇവിടെ നിന്നും മൃതദേഹം സംസ്കാരത്തിനായി തൊട്ടടുത്തുള്ള ഒരു പൊതുശ്മശാനമുണ്ട്. ആ പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതായാലും ഒരു നാടിലാണ്ടിരിക്കുന്ന നിലമ്പൂരിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്, നിലമ്പൂർ വെള്ളക്കട്ടയിലെ ജനങ്ങൾ ഒന്നാകെ വലിയ ആശങ്കയിൽ തന്നെയാണ്. കാരണം ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്യജീവി ശല്യം വളരെ രൂക്ഷമായിട്ട് തന്നെ കാലങ്ങളായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനിടയ്ക്കാണ് ഈ വന്യജീവികളെ മാംസത്തിന് വേണ്ടി അനധികൃതമായി വൈദ്യുതിയും മറ്റുമൊക്കെ എടുത്ത് പിടികൂടുന്ന ആളുകൾ അങ്ങനെ ഒരു അനധികൃതമായിട്ട് വൈദ്യുതി കെണി സ്ഥാപിച്ചപ്പോൾ ആ കെണിയിൽ അകപ്പെട്ടിട്ടാണ് 10ാം ക്ലാസ്സുകാരനായ അനന്തുവിന് 15 വയസ്സ് മാത്രം പ്രായമുള്ള ആ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയോടുകൂടെയാണ് അനന്തുവും തൻ്റെ 4 സുഹൃത്തുക്കളും ചേർന്ന് മീൻ പിടിക്കാൻ പോയത്. വീടിന് മുന്നിൽ തന്നെ ഒരു തോടുണ്ട്. ആ തോടിൻ്റെ തന്നെ മറ്റൊരു വശത്തേക്ക് അവർ നടന്ന് നീങ്ങുകയായിരുന്നു. അവിടെ ഈ മീൻ പിടിച്ച് കയറുന്നതിനിടെയാണ് തോടിന് സമീപത്ത് ഇങ്ങനെ അനധികൃതമായിട്ട് വൈദ്യുതി ഉപയോഗിച്ച് കെണി സ്ഥാപിച്ചത്. ആ കെണി അവിടെ അവർ സ്ഥിരമായി പോകുന്ന വഴിയാണ്. അവിടെ മുൻപൊന്നും ഇങ്ങനെ കെണിയോ അല്ലെങ്കിൽ ഇതുപോലെ കേബിളോ ഒന്നും അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ വഴിയിലൂടെ നടന്നപ്പോഴാണ് ആ കെണി മറ്റ് 2 പേർ തോടിലേക്ക് വീണത്. ആ തോടിലേക്ക് തെറിച്ചു വീണ 2 വിദ്യാർത്ഥികൾ, അവർക്കാണ് പരിക്കേറ്റത്. അതേസമയം തന്നെ അനന്തുവിന് ജീവൻ നഷ്ടമാവുകയുമായിരുന്നു. ഏതായാലും ഇന്നലെ തന്നെ ആശുപത്രിയിലൊക്കെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നിപ്പോൾ രാവിലെ മഞ്ചേരിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടായത്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വെള്ളക്കട്ടയിലെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഒരു നാടിന്റെ നൊമ്പരമായി മാറുകയാണ് മലപ്പുറത്ത് ഷോക്കേറ്റ് മരിച്ച അനന്തു എന്ന 15-കാരൻ. വിശദാംശങ്ങൾ നൽകിയത് അരുൺ ആലത്തൂരാണ്.